So all we have is a metal plate and we sprinkle on some sand. What you see here is completely formless. In other words, there's no pattern at all. Then we take a violin bow and we're going to play the plate with the violin bow. You see a beautiful star appears on the plate. Now, that pattern that forms is basically the sound made visible. And it's kind of magic. And now watch what happens when we make this plate vibrate from an electronic piano. ഒരു ലോഹപാളിയുടെ മുകളിൽ മണൽ വിതറിയാൽ ആദ്യം അത് ക്രമമില്ലാതെ ചിതറിക്കിടക്കുന്നതായി കാണാം. എന്നാൽ അതിലേക്ക് ഒരു പ്രത്യേക ശബ്ദസ്പന്ദനം നൽകുമ്പോൾ ആ മണൽ അത്ഭുതകരമായ ജ്യാമിതീയ രൂപങ്ങളായി മാറുന്നു. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സ്പന്ദനങ്ങൾക്ക് പോലും ദൃശ്യമായ രൂപങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും എന്നതാണ്. ശബ്ദം മാറുമ്പോൾ രൂപവും മാറുന്നു. അതായത് രൂപത്തെ നിർണയിക്കുന്നത് വസ്തു മാത്രമല്ല, അതിലൂടെ ഒഴുകുന്ന സ്പന്ദനവുമാണ്. ഈ ആശയം പ്രപഞ്ചത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ആദിയിൽ എല്ലാം ഒരു സാധ്യതയായിരുന്നുവെന്നും പിന്നീട് വിവിധ സ്പന്ദനങ്ങളുടെയും ചലനങ്ങളുടെയും ഫലമായി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും പർവ്വതങ്ങളും നദികളും ജീവജാലങ്ങളും രൂപം കൊണ്ടുവെന്നും ചിന്തിക്കാം. മണൽക്കണങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ ഒന്നിച്ചു ചേരുന്നതുപോലെ പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളും പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് വിവിധ രൂപങ്ങളിൽ ക്രമീകരിക്കപ്പെട്ടു. അതിനാൽ നാം കാണുന്ന ലോകം ഒരു വലിയ ക്രമത്തിന്റെയും സ്പന്ദനത്തിന്റെയും പ്രകടനമായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്പന്ദനം വസ്തുക്കളെ മാത്രം സ്വാധീനിക്കുന്നില്ല, മനുഷ്യന്റെ മനസ്സിനെയും ജീവിതത്തെയും സ്വാധീനിക്കുന്നു. സന്തോഷം, സ്നേഹം, കരുണ, പ്രത്യാശ തുടങ്ങിയ വികാരങ്ങൾ നമ്മിൽ ഉണർവും ഐക്യവും സൃഷ്ടിക്കുമ്പോൾ ഭയം, കോപം, അസൂയ, നിരാശ തുടങ്ങിയ വികാരങ്ങൾ പലപ്പോഴും നമ്മുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും മാറ്റുന്നു. ഒരു സംഗീതം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നതുപോലെയും മറ്റൊരു സംഗീതം നമ്മെ ഉത്സാഹഭരിതരാക്കുന്നതുപോലെയും നമ്മുടെ ചുറ്റുപാടുകളും വാക്കുകളും ചിന്തകളും നമ്മുടെ ആന്തരിക സ്പന്ദനത്തെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് നല്ല ചിന്തകളും നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും വളർത്തിയെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സമന്വയവും സന്തുലിതാവസ്ഥയും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ഈ പരീക്ഷണം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം കാഴ്ചയിൽ കാണുന്ന രൂപങ്ങൾക്ക് പിന്നിൽ പലപ്പോഴും അദൃശ്യമായ ശക്തികളും ക്രമങ്ങളും പ്രവർത്തിക്കുന്നുണ്ടെന്നതാണ്. ഒരു ചെറിയ ശബ്ദതരംഗത്തിന് പോലും മണലിനെ മനോഹരമായ രൂപങ്ങളാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ പ്രകൃതിയിലെ മഹത്തായ സ്പന്ദനങ്ങളും ചലനങ്ങളും ചേർന്നാണ് ഈ വിശാലമായ ലോകം രൂപപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനാൽ പ്രപഞ്ചത്തെ നോക്കുമ്പോൾ നാം കാണുന്നത് വെറും വസ്തുക്കളെയല്ല, മറിച്ച് അവയെ രൂപപ്പെടുത്തുന്ന ആഴത്തിലുള്ള ക്രമത്തെയും സ്പന്ദനത്തെയും കൂടിയാണ്.